ഹായ് ഫ്രണ്ട്സ്, SSLC ഫിസിക്സിൻ്റെ 16ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് LED അഥവാ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ബൾബുകളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ്. ടെക്സ്റ്റ് പേജ് നമ്പർ 26. കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് നമ്മൾ LED ബൾബിൻ്റെ മേന്മകളെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? ഊർജക്ഷമത കൂടിയതും പരിസ്ഥിതി മലിനീകരണം കുറഞ്ഞതുമായ ബൾബുകൾക്കുള്ള അന്വേഷണമാണ് LED ബൾബുകളുടെ കണ്ടെത്തലിന് സഹായിച്ചത്. മറ്റുള്ളവയേക്കാൾ മേന്മയുള്ളവയാണ് LED ബൾബുകൾ. കുറഞ്ഞ വൈദ്യുത ഉപയോഗം, ക്ഷമത കൂടുതൽ ആയുസ് തുടങ്ങിയവ ഇവയുടെ മേന്മകളാണ്. ഇവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനായി ചിലവ് കുറഞ്ഞ തരം LED ബൾബ് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കപ്പെടണം. അതോടൊപ്പം പരിസ്ഥിതിക്കുണ്ടാകുന്ന ദോഷം കുറയ്ക്കാനായി പുനരുപയോഗത്തിന് സഹായകമായ രീതിയിൽ ലഘുവായ കേടുപാട് തീർക്കലും ഉപയോഗശൂന്യമായവയുടെ ശാസ്ത്രീയമായ സംസ്കരണവും എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കുകയും വേണം. LED ബൾബുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടി ടെക്സ്റ്റിൽ അതിൻ്റെ ഓരോരോ ഭാഗങ്ങളും ഉപയോഗവും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ്, ബേസ് യൂണിറ്റ്. ഉപയോഗം: ബൾബിനെ ഹോൾഡറുമായി ബന്ധിപ്പിക്കുന്ന ലോഹ ഭാഗമാണിത്. ദെൻ ഹീറ്റ് സിങ്ക്. ഉപയോഗം: ബൾബിൻ്റെ ബേസ് യൂണിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന താപം ആഗിരണം ചെയ്യാനുള്ള സംവിധാനം. ദെൻ ബേസ് പ്ലേറ്റ്. ഹോൾഡറിൽ ഉറപ്പിക്കുന്ന ലോഹ പ്ലേറ്റ്, അതാണ് ബേസ് പ്ലേറ്റ്. ദെൻ ബാക്ക് കണ്ടക്ടർ സ്ക്രൂ. LED ഡ്രൈവറിൽ നിന്നുള്ള വയറുകളെ ബേസ് യൂണിറ്റിൽ ഉറപ്പിക്കാനുള്ള സ്ക്രൂകൾ. ദെൻ അവിടെ പവർ സപ്ലൈ ബോർഡ്, LED ഡ്രൈവർ. AC വൈദ്യുതിയെ DC ആക്കി ആവശ്യമായ ഔട്ട്പുട്ട് വോൾട്ടത നൽകുകയാണ് ഇതിൻ്റെ ധർമ്മം. 5 വാട്ട്, 7 വാട്ട്, 9 വാട്ട് ബൾബുകൾക്ക് ഒരേ ബോർഡ് ഉപയോഗിക്കാം. ദെൻ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്, LED ചിപ്പ് ബോർഡ്. LEDകൾ ഉറപ്പിച്ചിരിക്കുന്നതാണ് ഈ ബോർഡിൽ. ഇതിൽ പോസിറ്റീവ്, നെഗറ്റീവ് ധ്രുവങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കും. ദെൻ ഡിഫ്യൂസർ കപ്പ്. ഇത് ബൾബിൽ നിന്നും പ്രകാശം പുറത്തു വരുന്ന ഭാഗമാണ്, നമ്മൾ പുറത്ത് കാണുന്ന ഭാഗം. ദെൻ അടുത്തത്, ഇതൊക്കെ ഈ പാർട്സൊക്കെ വെച്ചിട്ട് LED ബൾബ് സർക്യൂട്ട് പൂർത്തിയാക്കിയ ചിത്രം കൊടുത്തിട്ടുണ്ട്. ദെൻ അവിടെ നമുക്ക് LED ബൾബ് നിർമ്മിക്കാൻ ആവശ്യമായി വരുന്ന അനുബന്ധ സാമഗ്രികൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയുള്ളത്? ഇൻസുലേഷൻ ടാപ്പ്, പ്ലെയർ, ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട്, വയർ സ്ട്രിപ്പർ, സോൾഡറിംഗ് അയൺ, സോൾഡറിംഗ് വാക്സ്. ഇതൊക്കെയാണ് അനുബന്ധ സാമഗ്രികൾ. ദെൻ അതിൻ്റെ നിർമ്മാണം എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് കൂടി കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആദ്യം ബേസ് യൂണിറ്റ് ഹീറ്റ് സിങ്കിൽ പഞ്ച് ചെയ്ത് ഉറപ്പിക്കുക. ദെൻ പവർ സപ്ലൈ ബോർഡിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് വയറുകൾ പുറത്തു കാണുന്ന രീതിയിൽ ബോർഡിൽ പൊടിയും ഈർപ്പവും വരാതിരിക്കാൻ ഇൻസുലേഷൻ ടാപ്പ് ചുറ്റുക. ദെൻ പവർ സപ്ലൈ ബോർഡിലെ ഇൻപുട്ട് ഭാഗത്തു കാണുന്ന വയറുകൾ ഹീറ്റ് സിങ്ക് ടെർമിനൽ ദ്വാരം എന്നിവയിലൂടെ കടത്തി ബാക്ക് കണ്ടക്ടറിൽ ഉറപ്പിക്കുക. ദെൻ ഔട്ട്പുട്ടിലെ ചുവപ്പ് നിറത്തിലുള്ള വയർ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിൻ്റെ പോസിറ്റീവ് എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്തും കറുത്ത വയർ നെഗറ്റീവ് എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്തും ഉറപ്പിക്കുക. LED പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിന് പിന്നിൽ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് പുരട്ടിയ ശേഷം ബേസ് പ്ലേറ്റിൽ ഉറപ്പിക്കുക. ഹീറ്റ് സിങ്ക് ഡിഫ്യൂസർ ഉപയോഗിച്ച് അമർത്തി അടയ്ക്കുക. ഇങ്ങനെ തയ്യാറാക്കിയ LED ബൾബ് ഹോൾഡറിൽ ബന്ധിപ്പിച്ച് പ്രകാശിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് അതിൻ്റെ നിർമ്മാണം. ദെൻ ടെക്സ്റ്റിൽ LED ബൾബുകളുടെ തകരാറുകൾ പരിഹരിക്കാൻ എന്തൊക്കെയാന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ശ്രേണി രീതിയിലാണ് ഡയോഡുകൾ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ എവിടെയെങ്കിലും ഒരു തകരാറുണ്ടായാൽ തന്നെ നമ്മൾ ബൾബ് കത്തൂല, അതാണ് കൊടുത്തിട്ടുള്ളത്.
ഒരു LED ബൾബ് അനേകം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളുടെ ഒരു ശ്രേണീബന്ധനമാണ്. ശ്രേണീബന്ധനത്തിൽ എവിടെയെങ്കിലും ബന്ധം നഷ്ടപ്പെടുകയോ ഏതെങ്കിലും ഡയോഡ് പ്രവർത്തനരഹിതമാവുകയോ ചെയ്താൽ ബൾബ് പ്രകാശിക്കാതെ വരും. ഒരു LED ബൾബിലെ റെക്ടിഫയർ, ലോഡ് റെസിസ്റ്റർ, ഫിൽട്ടർ കപ്പാസിറ്റർ എന്നിവയിൽ ഏതെങ്കിലും പ്രവർത്തനരഹിതമായാലും LED ബൾബുകൾ പ്രകാശിക്കില്ല. LED ബൾബുകളിലെ നിസ്സാരമായ തകരാറുകൾ പോലും ബൾബിനെ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കും. ഇത്തരം തകരാറുകൾ എങ്ങനെ പരിഹരിക്കാമെന്നാണ് കൊടുത്തിട്ടുള്ളത്. LED ബൾബുകളിലെ പ്രധാന ഘടകങ്ങൾ. ഒരു കേടായ ഒരു ബൾബ് എടുക്കുക, എന്നിട്ട് അതിലെ പ്രധാന ഭാഗം ഏതാണൊക്കെ കണ്ടെത്തുക. ഏതാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. റെക്ടിഫയർ, ലോഡ് റെസിസ്റ്റർ, ഫിൽട്ടർ കപ്പാസിറ്റർ, LED ചിപ്പ്, ഹീറ്റ് സിങ്ക്, ഇവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. നമ്മൾ കേടുപാട് തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂളുകൾ ആവശ്യമല്ലേ. ആ ടൂളുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ABCD അങ്ങനെ G വരെ കൊടുത്തിട്ടുണ്ട്. A സോൾഡറിംഗ് അയൺ, B മൾട്ടിമീറ്റർ, C ടെസ്റ്റർ, D സ്ക്രൂ ഡ്രൈവർ, E LED ചിപ്പ്, F നോസ് പ്ലെയർ, G ട്വിസർ. പ്രവർത്തനരഹിതമായ ബൾബ് തുറന്ന ശേഷം വിവിധ ഭാഗങ്ങൾ പ്രവർത്തനക്ഷമമാണോ എന്ന് മൾട്ടിമീറ്റർ വച്ച് പരിശോധിക്കാനാണ് പറഞ്ഞത്. എന്നാൽ മാത്രമേ നമുക്കിത് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. താഴെ തന്നിരിക്കുന്ന LED ബൾബിന്റെ ഭാഗങ്ങളിൽ കേടായവ ഏതാണെന്ന് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞ ശേഷം അവ മാറ്റി പുതിയ ഘടിപ്പിക്കുക. ഇത് കേടുപാട് തീർത്തിട്ട് പുതിയത് ഘടിപ്പിക്കാനാണ് പറഞ്ഞത്. അതിൽ ഏതിലെങ്കിലും ഒന്നിൽ വർക്കിംഗ് അല്ലെങ്കിൽ ബൾബ് കത്തൂല. ഓരോന്നും നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് നോക്കണം. അതിനുശേഷം ഏതാണോ അതിൽ വർക്കിംഗ് അല്ലാത്തത് അത് നമ്മൾ റീപ്ലേസ് ചെയ്യണം. LED ബൾബുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത് എങ്ങനെ? ഓരോ LED ബൾബിന്റെ പ്ലാസ്റ്റിക് ഭാഗങ്ങൾ, ലോഹഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഭാഗങ്ങൾ എന്നിവ വേർതിരിച്ചെടുക്കുക. ഇവ സംസ്കരിക്കുന്ന ഇടങ്ങളിൽ എത്തിക്കുക. ഓരോന്നും വിവിധ സ്ഥലങ്ങളിൽ എവിടെയാണോ സംസ്കരിക്കുന്നത് അവിടെ എത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പരിസ്ഥിതി സൗഹാർദ്ദപരവും ഊർജ സംരക്ഷണത്തിന് ഉതകുന്നതുമായ രീതിയിൽ LED ബൾബുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കേണ്ടതാണ്. ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഊർജം സംരക്ഷിക്കുന്നത് ഊർജം നിർമ്മിക്കുന്നതിന് തുല്യമാണ് എന്ന്. അതിനാൽ നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യമില്ലാതെ ഏതെങ്കിലും വൈദ്യുത ഉപകരണത്തിന്റെ സ്വിച്ച് ഓൺ പൊസിഷനിൽ കണ്ടാൽ അത് സ്വിച്ച് ഓഫ് ചെയ്യുക. ആവശ്യമില്ലാണ്ട് ലൈറ്റോ ഫാനോ ഏതെങ്കിലും ആവട്ടെ, ഏതെങ്കിലും വൈദ്യുത ഉപകരണങ്ങൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആവശ്യമില്ലാതെ ഉപയോഗിക്കാതെ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഓഫ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ ഊർജം സംരക്ഷിക്കണം. ഊർജം സംരക്ഷിക്കുന്നത് ഊർജം നിർമ്മിക്കുന്നതിന് തുല്യമാണ്. ഇതോടുകൂടി നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററായ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അഥവാ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ചാപ്റ്റർ 1 ടോട്ടൽ 16 വീഡിയോസ് ആയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ടെക്സ്റ്റ് എടുത്തിട്ട് ചാപ്റ്റർ ഫുൾ ഒന്ന് വായിക്കണം, എന്നിട്ട് പഠിക്കണം. ഇതിൽ ഒരു മാർക്ക് പോലും മിസ്സാവാതെ ഫുൾ മാർക്ക് തന്നെ വാങ്ങണം. അതുപോലെ തന്നെ വീഡിയോസിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക.